സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആ മനോഹരമായ രോമാഞ്ചജനകമായ കാഴ്ചകളെ കൊണ്ട്, നയനാനന്ദകരമായ വർണ്ണശബളമായ പണികളെ കൊണ്ട് അല്ലാഹു അലങ്കരിച്ചിരിക്കുന്ന സ്വർഗം നിനക്ക് കിട്ടിയാൽ പിന്നെ ദുനിയാവിൽ ഇത്തിരി കഷ്ടപ്പെട്ടാൽ എന്താ, പിന്നെ ദുനിയാവിൽ ഇത്തിരി ത്യാഗം ചെയ്താൽ എന്താ, പിന്നെ ദുനിയാവിൽ ഇത്തിരി പരിശ്രമിച്ചാൽ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആനിസ്. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സ്വർഗത്തിന്റെ മനോഹരമായ 4 അരുവികളെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ അരുവി എന്തെന്നറിയോ? മനോഹരമായ തെളിഞ്ഞ അരുവിയാണ്. മനോഹരമായ തെളിഞ്ഞ അരുവിയാണ്. ഒരു കലർപ്പില്ല, ഒരു നിറവ്യത്യാസമില്ല, ഒരു രുചി വ്യത്യാസമില്ല. ആ ഒന്നാമത്തെ അരുവിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ടോ അതിനെക്കുറിച്ചാണ് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബുത്തൂനുഹാ യറാ ളുഹൂറുഹാ മിൻ ബുത്തൂനിഹാ. അതിന്റെ അകത്ത് നിന്നാൽ പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കാണാം. അതിന്റെ പുറത്ത് നിന്നാൽ അതിന്റെ അകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുകളിൽ നിന്ന് നോക്കിയാൽ പുഴയ്ക്കകത്ത് കിടക്കുന്ന മുഴുവൻ ആളുകളെയും എന്തൊക്കെയുണ്ട് അതൊക്കെ കാണാൻ പറ്റും. ആ നദിക്ക് അകത്തിരുന്നിട്ട് പുറത്തേക്ക് നോക്കിയാൽ സുഖമായി വെളിയിലുള്ള മുഴുവൻ സംഭവങ്ങളും കാണാം. ഗ്ലാസ് ഒന്നും വെക്കണ്ട, മുങ്ങൽ വിദഗ്ധന്മാരുടെ സംഭവങ്ങളൊന്നും പഠിക്കണ്ട. ഞാൻ ഓർത്തു പോവാണ്, ഞാൻ അബ്ബാസ് അലി തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദ്വീപിൽ പോയപ്പോ തങ്ങളോടത്തുള്ള ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു. ദ്വീപിൽ പോയപ്പോ അവിടെ ദ്വീപ് നല്ല രസമാണല്ലോ കാണാൻ, നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ആ ദ്വീപിന്റെ ഇങ്ങനെ നീല ജലാശയം ഇങ്ങനെ കാണാം. അപ്പൊ തങ്ങളോട് അവർ ചോദിച്ചു, ഈ വലിയ കുഴിയുള്ള ഭാഗത്തേക്ക് മത്സ്യങ്ങളുടെ ഇടയിലൂടെ നീന്തി പോകാൻ തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു സംഭവം തരാം, അതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാഹ് തങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം വരല്ല റബ്ബേ, കാരണം തങ്ങൾ ഇറങ്ങിയാൽ ഞാനും ഇറങ്ങേണ്ടി വരില്ലേ, എന്നെന്തായാലും ഒറ്റയ്ക്കാക്കൂലല്ലോ. തങ്ങൾ പറഞ്ഞാൽ എനിക്കും അതൊക്കെ വലിയ ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തങ്ങളെ വല്ലാത്ത പണിയായിപ്പോയി. പക്ഷെ അന്ന് എന്തോ SKSFന്റെ കുറച്ച് കുട്ടികളോ ആരോ വന്നിട്ട് ആ സമയം വൈകിയതുകൊണ്ടോ നടന്നില്ല. തങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്, ഭാരമാണ്, നല്ല രസമാണത് കാണാൻ, വളരെ ഭംഗിയാണ്. കടമത്ത് ദ്വീപ് വളരെ ചുരുങ്ങിയ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. 3, 4, 5 കിലോമീറ്റർ കഴിയുമ്പോൾ കടമത്ത് ദ്വീപ് തന്നെ കഴിയും. അവിടുത്തെ ആ പുഴ, അവിടുത്തെ ആ കടലിന്റെ ആ ഓരം വളരെ ഭംഗിയാണ് കാണാൻ. അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന, അതിൻ്റെ അകത്തൂടെ സഞ്ചരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് വർണ്ണങ്ങളുള്ള മത്സ്യങ്ങളെ കാണാൻ കഴിയും. മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. നമ്മളിങ്ങനെ സഞ്ചരിച്ചിങ്ങനെ അതിലൂടെ നടന്നു കിടന്ന് പകുതിയാകുമ്പോൾ തന്നെ നല്ല പഞ്ചസാര പോലത്തെ മണലാണ്, വേറെ ഒന്നുമില്ല, നല്ല രസമാണ് കാണാൻ. ഇത് ദുനിയാവിൽ നമുക്ക് ഇച്ചിരി അവിടെയും ഇവിടെയും കാണാൻ കിട്ടുന്നത്. ഇതിലേറെ എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇനി വെക്കേഷനിൽ പോകാൻ വേണ്ടി ഭർത്താവിനെ സോപ്പിട്ട് താത്തമാര് പൈസയൊക്കെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കാത്തിരിക്കുന്നുണ്ടാവും. എത്ര രസമുള്ള കാഴ്ചകൾ. എന്നാൽ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന സ്വർഗത്തിലെ നദിയാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ? അല്ലാഹുവേ, ഇത് പറയുന്ന ഞങ്ങൾക്കതിലേക്ക് കടക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നറിയില്ല. അല്ലാഹുവേ, പടച്ചവരെ, അത് ആസ്വദിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അതിനപ്പുറം കിടക്കുന്ന ആളിക്കത്തുന്ന നരകത്തിന്റെ ആളുകളാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, നരകത്തിന്റെ വിറകുകൊള്ളിയായി അവിടെ കിടന്ന് കത്തിയെരിയുന്ന ഹതഭാഗ്യരാക്കി ഞങ്ങളെ നീ മാറ്റല്ല തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, രണ്ടാമത്തെ നദിയോ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യറു തുഅമുഹു, ഒരു കാലത്തും രുചി വ്യത്യാസം വരാത്ത പാലിന്റെ അരുവിയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും രുചി വ്യത്യാസം വരാത്ത പാല്, പശുവിന്റെ അകിടിൽ നിന്ന് കറന്നെടുക്കുന്ന പാലല്ല സ്വർഗത്തിലുള്ളത്, അള്ളാഹു പഠിക്കുന്ന പാലാണ്. ആ പാലിങ്ങനെ ഒഴുകി വരികയാണ്. ഇന്നലത്തെ പാലല്ലേ, 1 മാസം കഴിഞ്ഞതല്ലേ, 1 വർഷം കഴിഞ്ഞതല്ലേ, നിറവ്യത്യാസം വന്നു പോയിട്ടില്ലേ, ചളിച്ചു പോയിട്ടില്ലേ, പുളിപ്പ് വന്നിട്ടില്ലേ? ഒന്നുമില്ല. ലം യതഗയ്യറു തുഅമുഹു, അതിന്റെ
നിന്റെ രുചിക്കൊരു വ്യത്യാസം വന്നിട്ടില്ല. പാലിങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയെ എന്റെ വയനാട് വന്ന പിണങ്ങോടുകാരെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കുക. പാലാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്, അതൊന്ന് സങ്കല്പിച്ചു നോക്കുക. അല്ലാഹുവേ, എത്രയോ ദൂരത്തിങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സുന്ദരിയുടെ വെള്ളസാരിയെ പോലെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാലാറ് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ തോട്ടങ്ങൾക്ക് താഴെ അല്ലാഹു വെച്ചിരിക്കുകയാണ്. കാണണ്ടേ പെങ്ങളെ, കാണണ്ടേ ചെറുപ്പക്കാരാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിസാരിബി, കുടിക്കുന്നവർക്ക് മാസ്മരികമായ സുഖം കൊടുക്കുന്ന കള്ളിന്റെ പുഴയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളിന്റെ പുഴ. കള്ളുടിമാരിപ്പോ പറയാം അൽഹംദുലില്ലാഹ് റാഹത്തായി, വാതിന് വന്നത് മുതലായി. അവിടെ പുഴയാണടാ അലിയാരെ, ക്യൂ നിൽക്കണ്ട, 1-ാം തീയതി ലീവില്ല, ഗാന്ധി ജയന്തിയില്ല, റിപ്പബ്ലിക് ഡേ ഇല്ല, ഒന്നുമില്ല, മുങ്ങുക കുടിക്കുക. പക്ഷെ ഇവിടത്തെ നിങ്ങൾ ഈ പറയണ കള്ളല്ല. നിങ്ങൾ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഉമ്മായ ഭാര്യയായിട്ട് തോന്നും, ഭാര്യ ഉമ്മയായിട്ട് തോന്നും, മക്കളെ കേട്ടിലെറിയാൻ തോന്നും. എത്രയോ അനർത്ഥങ്ങൾ ലോകത്ത് നടന്നു. ശരീരത്തിന് എത്ര മാരക രോഗമാണ് കള്ള് സമ്മാനിക്കുന്നത്. ദുനിയാവിലെ കള്ള് സമ്മാനിക്കുന്നത് ലൈംഗിക ശേഷിക്കുറവുൾപ്പെടെ, സന്താന സൗഭാഗ്യം നഷ്ടപ്പെടുന്നതുൾപ്പെടെ, അഭിമാനം നഷ്ടപ്പെടുന്നത് വേറെ, അപമാനമുണ്ടാകുന്നത് വേറെ, വൃക്കയും കരളും ഒക്കെ അടിച്ച് കത്തിപ്പോകുന്നത് വേറെ. അപ്പൊ കള്ളുകൂടിയന്മാര് പറയും, ചെറിയ കുട്ടികൾക്ക് വൃക്കരോഗം വരുന്നത് അവരെത്ര കള്ളുകുടിച്ചിട്ടാ മുസ്ലിയാരെ, പറയാൻ ഏറെ ന്യായമുണ്ട് ലോകത്ത്, വേണമെങ്കിൽ നിർത്തിയാൽ മതി. ദുനിയാവിന്റെ അസുഖം വരുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആരും കള്ളു നിർത്തണ്ട, അള്ളാന്റെ കോടതിയിൽ ആദാബ് പേടിച്ചിട്ട് നിർത്തിക്കോ.